കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ പി ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. വി പി സിംഗ് മന്ത്രിസഭയിലെ അംഗമായിരുന്നു അദ്ദേഹം. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വർഷ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു മരണകാരണം? മറ്റു വിവരങ്ങൾ? മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള കെ പി ഉണ്ണികൃഷ്ണൻ അന്തരിച്ചിരിക്കുന്നു. 89 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. നേരത്തെ വി പി സിംഗ് മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വർഷ, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ? ഇന്ന് പുലർച്ചെ 2:30 കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഒരാഴ്ചയോളമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് ഇന്ന് മരണപ്പെടുകയായിരുന്നു. എന്തായാലും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ പി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ നമ്മോട് വിട്ടുപോയി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. അദ്ദേഹം വി പി സിംഗ് മന്ത്രിസഭയിൽ ഉപരിതല ഗതാഗത മന്ത്രിയായിരുന്നു. അതേപോലെ 1971 മുതൽ 1996 വരെ 25 വർഷം തുടർച്ചയായി 6 തവണ വടകരയിൽ നിന്നുള്ള MP ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിലാണുള്ളത്. നാളെ രാവിലെ 9 മണിക്ക് വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് നാളെ 9 മണിക്ക് മൃതദേഹം മാനാരി ശ്മശാനത്തിൽ സംസ്കരിക്കും. പക്ഷെ ഒപ്പം തന്നെ അസാധാരണമായ ഒരു കോയലീഷൻ ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ വി പി സിംഗ് സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റെതായ ചില ഉലച്ചിലുകളുണ്ട്, ചില ആ സർക്കാർ നേരിട്ട പ്രതിസന്ധികളുണ്ട്. അപ്പോഴൊക്കെ ഒരു മലയാളി മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വാർത്തകളിൽ നിറയുകയും മലയാളികളുടെ ചില പ്രതിസന്ധികളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഏതൊക്കെ സഹപ്രവർത്തകരാണ് അദ്ദേഹത്തെ കാണാനിപ്പോൾ എത്തുന്നത്? ആ മട്ടിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? 6:30 കൂടിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പന്നിയങ്കരയിലെ വസതിയിലെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിലിവിടെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളായിട്ടുള്ള KC യാബു, PM നിയാസ്, ജയന്ത് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നുള്ളതാണ് അറിഞ്ഞത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് ഇടക്കാലത്ത് കോൺഗ്രസിൽ നിന്നും വിട്ടുപോയെങ്കിലും പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ തിരിച്ചെത്തിയിരുന്നു. ഈ ഇടക്കാലത്ത് വിശ്രമജീവിതം നയിക്കുമ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനമായി നമുക്ക് കാണാൻ വേണ്ടി നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ഇവിടെ എത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നാളെയാണ് സംസ്കാരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമായി ഒരുപാട് പേർ ഇവിടെ കോഴിക്കോട് പന്നിയങ്കരയുള്ള അദ്ദേഹത്തിന്റെ വസതിയിലെത്തും. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇടക്കാലത്ത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തുടക്കം. പിന്നീടാണ് കോൺഗ്രസിലേക്ക് എത്തിയത്. അതിനിടെ ചില അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിൽ നിന്നും മാറി കോൺഗ്രസ് തുടർന്നപ്പോൾ കോൺഗ്രസ് എസിലും അദ്ദേഹമായിരുന്നു. പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയത്. എന്തായാലും കോൺഗ്രസ് പാർട്ടിയും അതേപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടമാണ്. അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റുകാരൻ, കോൺഗ്രസുകാരൻ എന്നതിലപ്പുറം എഴുത്തുകാരൻ, നയതന്ത്രജ്ഞൻ, വാത്മീകി തുടങ്ങിയ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തി കൂടിയായിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ. ആ തലത്തിൽ ഒരുപാട് സാഹിത്യ രംഗത്തും അതേപോലെ മറ്റ് മേഖലയിൽ നിന്നുള്ളവരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും നാളെ അതിന് സംസ്കാരം നടത്തും. അതുവരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. ശരി. 1971 സർപ്രൈസ് സ്ഥാനാർത്ഥിയായി വടകരയിലെത്തിയ കെ പി ഉണ്ണികൃഷ്ണൻ 6 തവണ വടകരയുടെ MP ആയി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വർഷ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.